പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇത് വിവാദങ്ങൾ കൊടികുത്തി വാഴുന്ന കാലം. ചില മരണങ്ങൾ സ്വാഭാവികമാണോ സമാധിയാണോ എന്ന് തർക്കമുള്ള കാലം. വിവാദങ്ങൾക്ക് വഴിവെക്കാതെ വെറും നേരമ്പോക്ക് എന്ന നിലയ്ക്ക് മാത്രം എടുക്കുക ഒരു കഥ പറയാം. ജംബൂക സമാധി. അറിഞ്ഞോ, ജംബൂകാനന്ദ സ്വാമി സമാധിയായി? ചിങ്കുക്കുരങ്ങൻ ചോദിച്ചു. അയ്യോ ഇല്ല, എപ്പോഴായിരുന്നു സംഭവം? മിങ്കുക്കുരങ്ങൻ ആശ്ചര്യപ്പെട്ടു. നമുക്കേതായാലും ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ ജംബൂകാനന്ദയുടെ ഗുഹയുടെ സമീപത്തേക്ക് പോയി. അവിടെ വൻ മൃഗാവലി തടിച്ചുകൂടിയിട്ടുണ്ട്. 4 വശത്തു നിന്നും എന്തൊക്കെയോ വികടമന്ത്രങ്ങൾ മുഴങ്ങുന്നു. ഗുഹാകവാടം വലിയൊരു കല്ല് വച്ച് അടച്ചിട്ടുണ്ട്. ജംബാ ജംബാ ജംബൂക വനസാമ്രാജ്യ ഗുരുനാഥ, ശാന്തനായി സ്വസ്ഥനായി സമാധിയടയുക ഗുരുഭൂത. പ്രാർത്ഥനാഗീതങ്ങൾ മുഴങ്ങി. വാർത്തയറിഞ്ഞ് വനപാലകരവിടെ എത്തി. വെറുതെ കൂടി നിൽക്കാതെ മാറ് മാറ് മാറ്, പോലീസ് മേധാവി ധീരൻ കടുവ പറഞ്ഞു. മൃഗങ്ങൾ കേട്ടതായി നടിച്ചില്ല. ഉടൻ അദ്ദേഹം ഉച്ചഭാഷിണിയിൽ വിളംബരം ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്നത് അനാവശ്യമായ മൃഗക്കൂട്ടമാണ്. നിജസ്ഥിതി അറിയാതെ വെറുതെ നിയമപാലകർക്ക് തടസ്സമുണ്ടാക്കരുത്. എത്രയും വേഗം പിരിഞ്ഞു പോവുക എന്നു പറഞ്ഞ് അദ്ദേഹം ആകാശത്തേക്ക് 3 വട്ടം നിറയൊഴിച്ചു. മൃഗങ്ങൾ 4 പാടും ചിതറിയോടി. സ്വാമിയുടെ ശിഷ്യന്മാരായ സൂത്രൻ കുറുക്കനും ചിത്രൻ കുറുക്കനും മാത്രം അവിടെ നിന്നു. ധീരൻ പറഞ്ഞു, വേഗം ഈ ഗുഹാകവാടം മൂടിയിരിക്കുന്ന കല്ല് മാറ്റുക. അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ ഗുരുനാഥൻ സമാധിയിലിരിക്കുകയാണ്. ഗുഹാകവാടം തുറക്കാൻ സാധ്യമല്ല. എങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്നു പറഞ്ഞ് സേനാംഗങ്ങൾ ബലമായി ഗുഹാകവാടം മൂടിയിരുന്ന കല്ല് മാറ്റി. ധ്യാനരൂപത്തിലിരുന്ന കുറുക്കനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. നാടി പിടിച്ചു നോക്കിയപ്പോൾ ജീവനുണ്ട്. സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ ഓടി രക്ഷപ്പെടാൻ നോക്കി. പോലീസ് അവരെ വലയിലാക്കി. ഉടൻ ആംബുലൻസ് വരുത്തി കുറുക്കനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജംബൂകാനന്ദന് ബോധം തെളിഞ്ഞത്. പോലീസ് മൊഴിയെടുത്തപ്പോൾ കുറുക്കൻ സ്വാമി പറഞ്ഞു, ഞാൻ പതിവുള്ള ധ്യാനത്തിനായി പീഠത്തിൽ കയറിയിരുന്ന സമയത്ത് പെട്ടെന്ന് ഗുഹാകവാടം അടഞ്ഞു. ശ്വാസം മുട്ടി അതിനകത്ത് അകത്തിരുന്നു. ഒടുവിൽ ബോധം നഷ്ടമായി. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. താങ്കളെ സമാധിയാക്കി അവിടെ ഒരു പുണ്യകേന്ദ്രം സ്ഥാപിക്കാനായി ശിഷ്യർ കണ്ടുപിടിച്ച കുടിലതന്ത്രമായിരുന്നു. ഇനിയെങ്കിലും സന്യാസി വേഷം ഉപേക്ഷിച്ച് സാധാരണ മൃഗങ്ങളെപ്പോലെ കഴിയുക. അതല്ലെങ്കിൽ സമാധാനമായി എവിടെയെങ്കിലും പോയി ധ്യാനത്തിലിരിക്കുക. തട്ടിപ്പുകാരായ ശിഷ്യരെ ഒഴിവാക്കുക. പോലീസ് മേധാവി തുടർന്നു. സത്യസന്ധമായ സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് ഇത്തരം ശിഷ്യന്മാർ അപമാനമാണ്. അവർക്ക് പരമാവധി ശിക്ഷ കിട്ടാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ജംബൂകസ്വാമി എല്ലാം തലകുലുക്കി കേട്ടു. എന്നിട്ട് പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്ത അവിവേകം പൊറുക്കണം. അവർ ചെയ്ത കാര്യം വിവേകമാണോ അവിവേകമാണോ എന്ന് നീതിപീഠം കണ്ടെത്തിക്കോളും. ഏതായാലും തട്ടിപ്പുകാർക്ക് മാതൃകയായിരിക്കും ഇവർക്കെതിരെയുള്ള വിധിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് മേധാവി നടന്നു നീങ്ങി. ജംബൂകാനന്ദൻ വീണ്ടും കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകി.